ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പൊ നമ്മളിന്ന് എന്താണ് CA ക്വസ്റ്റ്യൻസ് ആണ്. കറണ്ട് അഫയേഴ്സിന്റെ 25 ചോദ്യങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട 25 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു മോക്ക് ടെസ്റ്റ് സെഷനിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ്? നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരള സർവകലാശാലയുടെ 2022 ONV പുരസ്കാര ജേതാവാരാണ്? കൃത്യമായി ഓർക്കുക, ഇത് കേരള സർവകലാശാല നൽകുന്ന ONV പുരസ്കാരമാണ്. കേരള സർവകലാശാലയുടെ 2022 ONV പുരസ്കാര ജേതാവ് ആരാണെന്നാണ്. ഓപ്ഷൻ എ സേതു, ഓപ്ഷൻ ബി ആനന്ദ്, ഓപ്ഷൻ സി MK സാനു, ഓപ്ഷൻ ഡി M മുകുന്ദൻ. ആർക്കാണ് 2022 കേരള സർവകലാശാലയുടെ ONV പുരസ്കാരം ലഭിച്ചതെന്നാണ്? ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ ഡി M മുകുന്ദനാണ്. M മുകുന്ദനാണ് ONV പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. M മുകുന്ദൻ. ഓക്കെ, M മുകുന്ദനാണ് ONV പുരസ്കാരം 2022 ലഭിച്ചത്. എന്നാൽ 2022 ONV സാഹിത്യ പുരസ്കാരം, ഇത് കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് T പത്മനാഭനാണ്. ഓക്കെ, ഇതിവിടെ മാറിപ്പോകരുത് എന്ന് നിങ്ങൾ കൃത്യമായി ഓർക്കുക. അതുകൊണ്ടാണ് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ ഇവിടെ തരുന്നത്. അതായത് കേരള സർവകലാശാലയുടെ 2022 ONV പുരസ്കാരം ലഭിച്ചത് M മുകുന്ദനാണ്. എന്നാൽ 2022 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് T പത്മനാഭനാണ്. ആർക്കാണ്? T പത്മനാഭൻ. ONV സാഹിത്യ പുരസ്കാരം 2022 T പത്മനാഭൻ. എന്നാൽ കേരള സർവകലാശാലയുടെ ONV പുരസ്കാര ജേതാവ് ചോദിച്ചാൽ 2022 M മുകുന്ദനാണ്. ഓക്കെ, ആ വസ്തുത ഇവിടെ മാറിപ്പോകാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയമാക്കി മാറ്റപ്പെടുന്ന യുദ്ധക്കപ്പൽ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയമാക്കി മാറ്റപ്പെടുന്ന യുദ്ധക്കപ്പൽ ഏതാണ്? INS രൺവീർ, INS ഗുൽദാർ, INS ഇംഫാൽ, INS ഗരുഡ. ഇതിലേതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയമാക്കി മാറ്റപ്പെടുന്ന യുദ്ധക്കപ്പൽ ഏതാണ്? അതെ, ഓപ്ഷൻ ബി INS ഗുൽദാർ ആണ്. ഓപ്ഷൻ ബി INS ഗുൽദാർ ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത മൂന്നാമത്തെ ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. മൂന്നാമത്തെ ചോദ്യമാണ് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇങ്ങനെയാണ് മൂന്നാമത്തെ ചോദ്യം. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാരാണ്? 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? യാനിക് സിന്നർ, അലക്സാണ്ടർ സഗരേവ്, നൊവാക് ജോക്കോവിച്ച്, കാർലോസ് അൽക്കരാസ്. ഇതിൽ ആരാണ് 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത്? ഇതിന്റെ ഉത്തരം ഓപ്ഷൻ എ യാനിക് സിന്നർ ആണ്. ഓപ്ഷൻ എ യാനിക് സിന്നർ ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം 2025 യാനിക് സിന്നർ ആണ്. ആരാണ്? യാനിക് സിന്നർ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത കേരളത്തിലെ ഏക ഗോത്ര രാജാവാരാണ്? 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത കേരളത്തിലെ ഏക ഗോത്ര രാജാവാരാണ്? ഓപ്ഷൻ എ രാമൻ രാജമന്നാൻ, ബി രാഘവ മന്നാൻ, രാജമന്നാൻ, കൈലാസ മന്നാൻ. ആരാണ് ഇതിലെ ഉത്തരമായിട്ട് വരുന്നത്? 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത കേരളത്തിലെ ഏക ഗോത്രവർഗ രാജാവ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. രാമൻ രാജമന്നാൻ ആണ് ഉത്തരമായി വരുന്നത്. രാമൻ രാജമന്നാൻ. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. രാമൻ രാജമന്നാൻ എന്നാണ് ചോദ്യത്തിന്റെ ഉത്തരം. അടുത്ത അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇങ്ങനെയാണ്. ISROയുടെ 11ാമത് ചെയർമാനായി നിയമിതനായതാരാണ്? ISROയുടെ 11ാമത്തെ ചെയർമാനായി നിയമിതനായതാരാണ്? S സോമനാഥ്, ഡോക്ടർ രാമസുബ്രഹ്മണ്യൻ, ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ V നാരായണൻ. ആരാണ് ISROയുടെ 11ാമത്തെ ചെയർമാനായി നിയമിതനായത്? അത് ഓപ്ഷൻ ഡി ഡോക്ടർ V നാരായണനാണ്. 10ാമത്തെ ചെയർമാൻ ആരാണ്? 10ാമത്തെ ചെയർമാനാണ് S സോമനാഥ്. 10ാമത്തെ ചെയർമാൻ S സോമനാഥ് ആയിരുന്നു. 11ാമത്തെ ഡോക്ടർ V നാരായണനാണ്. ഡോക്ടർ V നാരായണൻ. ഇനി നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. 2025 അണ്ടർ 19 വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഏത് രാജ്യമാണ്? 2025 അണ്ടർ 19 വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ചോദിച്ചാൽ ഓപ്ഷൻ ഇന്ത്യ,
ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്. ആരാണ് 2025 അണ്ടർ-19 വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം? ഓപ്ഷൻ എ ഇന്ത്യയാണ്. ഇന്ത്യയാണ് 2025 അണ്ടർ-19 വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത്. അണ്ടർ-19 വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ആർക്കാണ്? ഇന്ത്യക്കാണ് എന്ന് മനസ്സിലാക്കുക. ഇന്ത്യ. അടുത്ത 7ാമത്തെ ഒരു ചോദ്യത്തിലേക്ക് പോകാം. 2024 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയതാരാണ്? 2024 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയതാരാണ്? ഓപ്ഷൻ എ സോറൻ മിലനോവിക്, ഓപ്ഷൻ ബി സാറ സഫ്രാനി, ഓപ്ഷൻ സി ജെയിംസ് എ റോബിൻസൺ, ഓപ്ഷൻ ഡി മിഷേൽ ബാഷ്ലെറ്റ്. ആർക്കാണ് 2024 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയത്? ഓപ്ഷൻ ഡി മിഷേൽ ബാഷ്ലെറ്റ് ആണ്. ഓപ്ഷൻ ഡി മിഷേൽ ബാഷ്ലെറ്റിനാണ് 2024 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 8ാമത്തെ ചോദ്യത്തിലേക്ക്. നമ്മുടെ കേരള ലോകായുക്ത ആരാണ്? നിലവിലെ കേരള ലോകായുക്ത ആരാണെന്നാണ്. ആരാണ് നിലവിലെ കേരള ലോകായുക്തയായിട്ട് വരുന്നത്? ആരാണ് കേരള ലോകായുക്ത എന്ന് പറയുന്നത്? ആരാണ് നിലവിൽ വരുന്നത്? ലോകായുക്ത എ ഷാജഹാൻ, എൻ അനിൽകുമാർ, രത്തൻ കേൽക്കർ, അലക്സാണ്ടർ തോമസ്. ഓക്കെ, ഇതിൽ ആരാണ് കേരള ലോകായുക്ത? എൻ അനിൽകുമാർ. ഓപ്ഷൻ ബി എൻ അനിൽകുമാർ ആണ് നിലവിലെ കേരള ലോകായുക്ത എന്ന് പറയുന്നത്. ഈ പേരുകൾ വേണമെങ്കിൽ നമുക്കൊന്ന് പഠിച്ചു വെക്കാം. അതായത് ഈ പേരുകൾ ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ഈ എ ഷാജഹാൻ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ്, കേരളത്തിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. കൂടാതെ ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ചെയർമാൻ കൂടിയാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ചെയർമാൻ കൂടിയാണ്. അത് രണ്ടും അവിടെ ഓർത്തു വെക്കുക. രത്തൻ കേൽക്കർ ആണ് ചീഫ് ഇലക്ടറൽ ഓഫീസറാണ്. കേരളത്തിന്റെ ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് രത്തൻ കേൽക്കർ. അലക്സാണ്ടർ തോമസ് മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ അവിടെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്ത 9ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടന്നാൽ 9ാമത്തെ ചോദ്യം, മികച്ച ചിത്രത്തിനുള്ള 97ാമത് ഓസ്കാർ പുരസ്കാരം നേടിയ ചിത്രം ഏതാണ്? മികച്ച ചിത്രത്തിനുള്ള 97ാമത് ഓസ്കാർ പുരസ്കാരം നേടിയ ചിത്രം ദ ബ്രൂട്ടലിസ്റ്റ്, ജോക്കർ, എമിലിയ പെരസ്, അനോറ. ഇതിലേതാണ് 97ാമത് ഓസ്കാർ പുരസ്കാരം നേടിയ മികച്ച ചിത്രം? ഓപ്ഷൻ ഡി അനോറയാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. മികച്ച ചിത്രത്തിനുള്ള 97ാമത് ഓസ്കാർ പുരസ്കാരം നേടിയിരിക്കുന്നത് അനോറ എന്ന ചിത്രമാണ്. ഏതാണ്? അനോറ എന്ന ചിത്രം. 10ാമത്തെ ചോദ്യത്തിലേക്ക് പോയാൽ 2025 ലോക പുസ്തകമേളയ്ക്ക് വേദിയായ ഇന്ത്യൻ നഗരം ഏതാണ്? 2025 ലോക പുസ്തകമേളയ്ക്ക് വേദിയായ ഇന്ത്യൻ നഗരം ഏതാണ്? നാഗ്പൂർ, ബംഗളൂരു, ന്യൂഡൽഹി, ഭോപ്പാൽ. ഏതാണ്? നാഗ്പൂർ, ബംഗളൂരു, ന്യൂഡൽഹി, ഭോപ്പാൽ. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഇതിന്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയാണ് ലോക പുസ്തകമേളയ്ക്ക് വേദിയായ ഇന്ത്യൻ നഗരം എന്ന് പറയുന്നത്, ന്യൂഡൽഹി. ഓക്കെ, അടുത്ത നമ്മുടെ 11ാമത്തെ ചോദ്യമാണ്. 11ാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ ഓർത്തു വെക്കുക. 78ാമത് സന്തോഷ് ട്രോഫി കിരീട ജേതാക്കൾ ആരാണ്? 78ാമത് സന്തോഷ് ട്രോഫി കിരീട ജേതാക്കൾ ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ കേരളം ഉണ്ട്, സർവീസസ് ഉണ്ട്, ബംഗാൾ ഉണ്ട്, തമിഴ്നാടുണ്ട്. ആരാണ് 78ാമത് സന്തോഷ് ട്രോഫി കിരീട ജേതാക്കള്? ഓപ്ഷൻ സി ബംഗാളാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഏതാണ്? ബംഗാളാണ്. 78ാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയത് ബംഗാൾ ആണ്. ബംഗാൾ. 12ാമത്തെ ചോദ്യം എങ്ങനെയാണ്? 2025 ഓസ്കാറിലെ മികച്ച ചിത്രത്തിനുള്ള ജനറൽ കാറ്റഗറിയിലെ പ്രാഥമിക പട്ടികയിൽ ഇടം നേടിയ മലയാള ചിത്രം ഏതാണ്? 2025 ഓസ്കാറിലെ മികച്ച ചിത്രത്തിനുള്ള ജനറൽ കാറ്റഗറിയിലെ പ്രാഥമിക പട്ടികയിൽ ഇടം നേടിയ മലയാള ചിത്രം ഏതാണ്? ആടുജീവിതം, ഭ്രമയുഗം, ഉള്ളൊഴുക്ക്, 2018. ഏതാണ്? അതെ, അത് ആടുജീവിതമാണ്. ഓപ്ഷൻ എ ആടുജീവിതമാണ് 2025 ഓസ്കാറിലെ മികച്ച ചിത്രത്തിനുള്ള ജനറൽ കാറ്റഗറിയിലെ പ്രാഥമിക പട്ടികയിൽ ഇടം നേടിയ മലയാള ചിത്രം എന്ന് പറയുന്നത്. ഏതാണ്? ആടുജീവിതം. ഓക്കെ, ആടുജീവിതം. ബ്ലസ്സിയാണ് സംവിധായകൻ, അഭിനയിച്ചത് പൃഥ്വിരാജാണ്. ഓക്കെ, 13ാമത്തെ ചോദ്യം എങ്ങനെയാണ്? അമേരിക്കയുടെ 50ാമത് വൈസ് പ്രസിഡന്റ് ആരാണ്? അമേരിക്കയുടെ പ്രസിഡന്റ് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ട്രംപ് ആണ്. എന്നാൽ അമേരിക്കയുടെ 50ാമത്തെ വൈസ് പ്രസിഡന്റ് ആരാണ്? JD വാൻസ്, മെലാനിയ ട്രംപ്, ബരാക് ഒബാമ, ജോ ബൈഡൻ. ആരാണ് അമേരിക്കയുടെ 50ാമത്തെ വൈസ് പ്രസിഡന്റ്? ഇത് ഓപ്ഷൻ എ JD വാൻസ് ആണ് അമേരിക്കയുടെ 50ാമത്തെ വൈസ് പ്രസിഡന്റ്. JD വാൻസ്. ഓക്കെ, JD വാൻസ് ആണ് അമേരിക്കയുടെ 50ാമത്തെ വൈസ് പ്രസിഡന്റ്. മെലാനിയ ട്രംപ് എന്ന് പറയുന്നത്
ട്രംപിന്റെ വൈഫാണെന്ന് മനസ്സിലാക്കുക. 14ാമത്തെ ചോദ്യം എങ്ങനെയാണ്? 59ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ ആരാണ്? 59ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ ആരാണ് എന്നാണ്. അമിതാഭ് ഘോഷ്, ഗുൽസാർ, വിനോദ് കുമാർ ശുക്ല, ദാമോദർ മൗസോ. ആരാണ് 59ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത്? ഓപ്ഷൻ സി വിനോദ് കുമാർ ശുക്ലയാണ്. ഓപ്ഷൻ സി വിനോദ് കുമാർ ശുക്ലയാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത 15ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. 15ാമത്തെ ചോദ്യം എങ്ങനെയാണ്? ഇന്ത്യൻ പ്രീമിയർ ലീഗ് മത്സരത്തിൽ അരങ്ങേറ്റം കുറിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? അതായത് IPL അരങ്ങേറ്റം കുറിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം. ഓപ്ഷൻ എ വിഘ്നേഷ് പുത്തൂർ, വൈഭവ് സൂര്യവംശി, അഭിഷേക് ശർമ്മ, സൂര്യകുമാർ യാദവ്. ആരാണ് IPL അരങ്ങേറ്റം കുറിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം? അത് വൈഭവ് സൂര്യവംശിയാണ്. ആരാണ്? വൈഭവ് സൂര്യവംശിയാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി 16ാമത്തെ ചോദ്യം എങ്ങനെയാണ്? അതായത് സ്വതന്ത്ര ഭാരതത്തിൽ ഏറ്റവും അധികം ബജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ച ധനകാര്യമന്ത്രി ആരാണ്? സ്വതന്ത്ര ഭാരതത്തിൽ ഏറ്റവും അധികം ബജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ച ധനകാര്യമന്ത്രി മൊറാർജി ദേശായി, പി ചിദംബരം, നിർമ്മല സീതാരാമൻ, മൻമോഹൻ സിംഗ്. ആരാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്? സ്വതന്ത്ര ഭാരതത്തിലാണ് ഏറ്റവും അധികം ബജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ച ധനകാര്യമന്ത്രി. ഓപ്ഷൻ സി നിർമ്മല സീതാരാമനാണ് അതിന്റെ റെക്കോർഡ് കരസ്ഥമായിരിക്കുന്നത്. നിർമ്മല സീതാരാമനാണ് സ്വതന്ത്ര ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ച റെക്കോർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത്. അടുത്ത 17ാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ ഇങ്ങനെയാണ്. 17ാമത്തെ ചോദ്യം, 58ാമത് കടുവാ സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ട മാധവ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? 58ാമത്തെ കടുവാ സങ്കേതമാണ് മാധവ് ദേശീയോദ്യാനം എന്ന് പറയുന്നത്. ഈ മാധവ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു എന്നാണ് ചോദ്യം. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഗുജറാത്ത്, ബീഹാർ. എവിടെയാണ് മാധവ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ 58ാമത്തെ കടുവാ സങ്കേതമാണ്. എവിടെയാണ്? ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി മധ്യപ്രദേശ് ആണ്. മധ്യപ്രദേശിലാണ് മാധവ് ദേശീയോദ്യാനം. എന്ന രീതിയിൽ അങ്ങ് ഓർത്തു വെച്ചേക്കുക. മധ്യപ്രദേശ് മാധവ് ദേശീയോദ്യാനം. അടുത്ത 18ാമത്തെ ഒരു ചോദ്യമാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ 2025-26 സാമ്പത്തിക വർഷത്തെ കേരളത്തിലെ പുതുക്കിയ വേതനം എത്രയാണ്? 2025-26 സാമ്പത്തിക വർഷത്തെ കേരളത്തിലെ പുതുക്കിയ വേതനം ചോദിച്ചാൽ 400, 378, 369, 241. ഏതാണ് കേരളത്തിലെ പുതുക്കിയ വേതനം? ഓപ്ഷൻ സി 369 ആണ്. 25-26 സാമ്പത്തിക വർഷത്തെ കേരളത്തിലെ പുതുക്കിയ വേതനമാണ് 369 രൂപ. ഓക്കെ, അത് മറന്നുപോകാതെ തന്നെ പഠിച്ചു വെക്കുക. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം കൂടിയായി നമുക്കതിനെ പരിഗണിക്കാം. അടുത്തത് 19ാമത്തെ ചോദ്യം. കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിവെപ്പ് നടത്തിയ തീയതി ഏതാണ്? കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിവെപ്പ് നടത്തിയ തീയതിയാണ്. ഓപ്ഷൻസ് നോക്കാം. ഏപ്രിൽ 20, 2025, ഏപ്രിൽ 22, 2025, മാർച്ച് 19, 2025, മെയ് 1, 2025. ഇതിലേതാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്? അതായത് പഹൽഗാമിൽ തീവ്രവാദികൾ വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിവെപ്പ് നടത്തിയപ്പോഴാണ്. അത് ഓപ്ഷൻ ബി ഏപ്രിൽ 22, 2025. അതിനുശേഷം നമ്മുടെ ഇന്ത്യൻ സൈന്യം നടത്തിയ ആ ഒരു തിരിച്ചടി ഉണ്ട്. അതിന്റെ പേരാണ് എന്ത്? ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ കേട്ടിട്ടില്ലേ? ഓപ്പറേഷൻ സിന്ദൂർ. അതിൽ ആരാണ്? നമ്മുടെ വിദേശകാര്യമന്ത്രി വിക്രം മിസ്രിയാണ് വിദേശകാര്യമന്ത്രി. അതുപോലെ ആരാണ്? വിദേശകാര്യ സെക്രട്ടറിയാണ്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി. ജയശങ്കർ ആണ് വിദേശകാര്യ മന്ത്രി. ജയശങ്കറാണ് വിദേശകാര്യ മന്ത്രി. ആരാണ് പ്രതിരോധ വകുപ്പ് മന്ത്രി? പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. ആരാണ്? രാജ്നാഥ് സിംഗ്. ഓക്കെ, രാജ്നാഥ് സിംഗ്. ആ കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഇനി വരുന്ന സെക്ഷനിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, അടുത്ത 20ാമത്തെ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 20ാമത്തെ ചോദ്യം എങ്ങനെയാണ്? 2025 ജനുവരിയിൽ പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്നും ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറുന്നതായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? 2025 ജനുവരിയിൽ പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്നും ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറുന്നതായി പ്രഖ്യാപിച്ച രാജ്യം. റഷ്യ, അമേരിക്ക, ഉക്രൈൻ, ഇസ്രയേൽ. റഷ്യ, അമേരിക്ക, യുക്രൈൻ, ഇസ്രയേൽ. ഏതാണ് ഈ ഒരു പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്നും ലോകാരോഗ്യ സംഘടനയിൽ പിന്മാറുന്നതായി പ്രഖ്യാപിച്ച രാജ്യം? അത് ഓപ്ഷൻ ബി അമേരിക്കയാണ്.
ഇത് രണ്ടിൽ നിന്നും പിന്മാറുന്നതായി പ്രഖ്യാപിച്ച ഒരു രാജ്യം എന്ന് പറയുന്നത് ആരാണ്? അമേരിക്ക. ഓക്കെ, അടുത്ത 21ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 21ാമത്തെ ചോദ്യം, സാമ്പത്തിക സഹകരണ കൂട്ടായ്മയായ ബ്രിക്സിൽ 2025 ജനുവരിയിൽ അംഗത്വം ലഭിച്ച രാജ്യം ഏതാണ്? സാമ്പത്തിക സഹകരണ കൂട്ടായ്മയായ ബ്രിക്സിൽ 2025 ജനുവരിയിൽ അംഗത്വം ലഭിച്ച രാജ്യം ഇസ്രയേൽ, ബ്രസീൽ, ഇന്തോനേഷ്യ, ദക്ഷിണാഫ്രിക്ക. ആർക്കാണ് 2025 ജനുവരിയിൽ അംഗത്വം ലഭിച്ചത്? സാമ്പത്തിക സഹകരണ കൂട്ടായ്മയാണ് ബ്രിക്സ് എന്ന് പറയുന്നത്. BRICS, ബ്രിക്സ്. അപ്പൊ ഈ 2000 ജനുവരി അംഗത്വം ലഭിച്ചത് ഓപ്ഷൻ സി ഇന്തോനേഷ്യക്കാണ്. ഇന്തോനേഷ്യക്ക് ഇവിടെ നിങ്ങൾ നോക്കുക, ബ്രസീല്, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നതാണ് ഇതിന്റെ ആ ഒരു ബ്രിക്സ് എന്ന് പറയുന്നത്. അതിലേക്കാണ് ഇപ്പൊ കുറച്ച് അധികം രാജ്യങ്ങളെ ആഡ് ചെയ്തിരിക്കുന്നത്. ജനുവരിയിൽ ആരാണ്? ഇന്തോനേഷ്യ കൂടി ഈ ഒരു കൂട്ടായ്മയിൽ എന്താണ് അംഗമായി എന്ന് മനസ്സിലാക്കുക. 22ാമത്തെ ചോദ്യം എങ്ങനെയാണ്? ഇന്ത്യയിലെ ഗ്രാമക്കോടതിയുള്ള ആദ്യ നിയോജക മണ്ഡലം ഏതാണ്? ഇന്ത്യയിലെ ഗ്രാമക്കോടതിയുള്ള ആദ്യ നിയോജക മണ്ഡലം കൊട്ടാരക്കര, വാമനപുരം, വർക്കല, അമ്പലപ്പുഴ. ഏതാണ് ഇന്ത്യയിലെ ഗ്രാമക്കോടതിയുള്ള ആദ്യ നിയോജക മണ്ഡലം എന്ന് പറയുന്നത്? ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി വാമനപുരമാണ്. വാമനപുരമാണ് ഇന്ത്യയിലെ ഗ്രാമക്കോടതിയുള്ള ആദ്യത്തെ നിയോജക മണ്ഡലം. ഏതാണ്? വാമനപുരം. ഓക്കെ, അടുത്ത 23ാമത്തെ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. 23, ചൂരൽമല എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ചൂരൽമല നമുക്കറിയാം, വയനാടിലെ ഉരുൾപൊട്ടിയ ഒരു ഏരിയ ആണ്. ആ ചൂരൽമല എന്നൊരു കൃതിയുണ്ട്. ആ കൃതിയുടെ രചയിതാവ് ആരാണെന്നാണ്? UK കുമാരൻ, P സക്കറിയ, അനിൽ വള്ളത്തോൾ, KP രാമനുണ്ണി. ആരാണ് ചൂരൽമല എന്ന കൃതിയുടെ രചയിതാവ്? ഇവിടെ UK കുമാരനാണ് ചൂരൽമല എന്ന കൃതി രചിച്ചത്. UK കുമാരൻ, ചൂരൽമല. 24ാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ 2025 മാർച്ചിൽ രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ 10ാമത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? 2025 മാർച്ചിൽ രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ 10ാമത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? തോമസ് ബാക്ക്, കിർസ്റ്റി കോവൻട്രി, തുൾസി ഗബാർഡ്, കാതറിൻ റസൽ. ആരാണ് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ 10ാമത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്? ഇതിൽ ഓപ്ഷൻ ബി കിർസ്റ്റി കോവൻട്രി. കിർസ്റ്റി കോവൻട്രി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 9ാമത്തെ ആണ് ആര്? തോമസ് ബാക്ക്. 9ാമത്തെ തോമസ് ബാക്ക് ആയിരുന്നു. അപ്പൊ കിർസ്റ്റി കോവൻട്രി ആണ് ഇതിന്റെ രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ 10ാമത്തെ പ്രസിഡന്റ്, കിർസ്റ്റി കോവൻട്രി. ഓക്കെ, അപ്പൊ 25ാമത്തെ നമ്മുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 25ാമത്തെ ചോദ്യം എങ്ങനെയാണ്? ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി 2025 ഫെബ്രുവരിയിൽ നിയമിതനായത് ആരാണ്? ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി 2025 ഫെബ്രുവരിയിൽ നിയമിതനായത് ആരാണ്? രാജീവ് കുമാർ, രത്തൻ കേൽക്കർ, ജ്ഞാനേഷ് കുമാർ, തുഹിൻ കാന്ത പാണ്ഡെ. തുഹിൻ കാന്ത പാണ്ഡെ. അപ്പൊ എങ്ങനെയാണ് ഇന്ത്യയുടെ 26ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി 2025 ഫെബ്രുവരിയിൽ നിയമിതനായത്? ഇതിൽ ആരാണ്? ഇതിന്റെ ഉത്തരം ഓപ്ഷൻ സി ജ്ഞാനേഷ് കുമാർ ആണ്. ഇവിടെ ജ്ഞാനേഷ് കുമാർ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് 25 ചോദ്യങ്ങൾ. അപ്പൊ ഈ 25 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നാണ് നിങ്ങൾ ഇവിടെ കമന്റ് ചെയ്യേണ്ടത്. 25ൽ നിങ്ങൾക്ക് എത്ര കിട്ടി? അതുപോലെ ഈ ഒരു സെഷൻ കഴിയുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇന്നത്തെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ട ചോദ്യം എന്ന് പറയുന്നത്, ആരാണ് നിലവിലെ ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നൽകിയ ആ ഒരു ഇതിൽ കൃത്യമായി നിങ്ങൾ ഉത്തരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ അത് കൃത്യമായി നിങ്ങൾ ഉത്തരങ്ങൾ ഒരുപാട് പേര് അതിന് ഉത്തരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ചോദ്യം ഇതാണ്, ആരാണ് നിലവിലെ ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി എന്നതാണ്. അപ്പൊ അത് നിങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ കൃത്യമായി എല്ലാ ദിവസവും നമ്മൾ നിങ്ങൾക്ക് ഇതുപോലെ ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. കൃത്യമായി നമ്മളെ പിന്തുടരുക. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടണം. വീഡിയോസ് ഇഷ്ടപ്പെടുമ്പോൾ കൃത്യമായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ മറ്റൊരു നല്ല അടിപൊളി ക്ലാസ്സുമായി വീണ്ടും കാണാം. ബൈ.